ഇതിന്നൊക്കെ ഒരു 10-12 കിലോ മുളക് കുറച്ചിരുന്നു. അന്ന് ജീവൻ സുഖമായിരുന്നു. അതാ ചോദിച്ചേ. അപ്പൊ അതൊരു അല്ല അതിന് ശേഷം പറഞ്ഞത് അതൊക്കെ പോയില്ലേ. പോയപ്പോ ഒന്നുമില്ലല്ലോ വരുമാനം. ഓലപ്പരയായിരുന്നു, സൈഡ് മറച്ച വീട്. അത് അങ്ങനെ പരിപാടിയായിട്ട് കയറി ഒരു പഞ്ചവത്സര പദ്ധതിയായിട്ട് വീടാക്കി. രക്ഷിതാവ് എന്ന നിലയിൽ അച്ഛൻ വരുത്തിയതും തിരുത്താൻ ആഗ്രഹിക്കുന്നതുമായ ഒരു തെറ്റെന്താണ്? എന്റെ ഓർമ്മയിൽ വരുത്തിയതായിട്ടൊന്നുമില്ല. ഞാൻ പറയാം. ഇങ്ങനെ എയർ പിടിച്ചേക്കും, ചിരിക്കൂല. എന്നിട്ട് നമ്മൾ പോയി ഞോണ്ടുമ്പോ ചിരിക്കും. അതെ, കുറച്ചുകൂടി എക്സ്പ്രസീവ് ആയിക്കൂടെ മക്കളെടുത്ത്? ഇപ്പൊ തന്നെ അച്ഛൻ, ഞാൻ പറയട്ടെ, ഞങ്ങളിത് ചോദിക്കുമ്പോ അച്ഛൻ തുറന്നു പറയും ഞങ്ങൾ വിചാരിച്ചേ ഇല്ല. പറയണമെന്ന് അച്ഛന് ആഗ്രഹം ഉണ്ടായിട്ടും പറയാൻ സാധിക്കാതെ പോയ ഒരു കാര്യമുണ്ടോ? ആദ്യം എന്നോട്, പിന്നെ മറ്റൊരു. എന്റെ അഭിപ്രായം മാത്രമല്ല, നിങ്ങളുടെ അഭിപ്രായത്തിന് നമ്മൾ വിട്ടായിരുന്നു. അതന്നെ ആ ചോദ്യത്തിനൊരു പ്രസക്തി ഇല്ല. അതെ, ഞാൻ വളരുന്നതിനെ കുറിച്ചും എന്റെ തീരുമാനങ്ങളെ കുറിച്ചും അച്ഛന് ശരിക്കും എന്താണ് തോന്നുന്നത്? എന്താ തോന്നിയിട്ടുള്ളത്? ചെയ്യാവുന്നതിൽ കൂടുതൽ നീ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അല്ല, അച്ഛന് എന്റെ പ്രായത്തിലേക്ക് തിരിച്ചു പോകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അച്ഛൻ ഏത് മാറ്റങ്ങൾ വരുത്തും? വിദ്യാഭ്യാസത്തിന്റെ ഒരു മാറ്റത്തിലാണ്. അതുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു ലെവലെത്തിയാൽ. നമ്മുടെ കുടുംബത്തിന് വേണ്ടി അച്ഛൻ ചെയ്ത ഏറ്റവും വലിയ ത്യാഗം എന്താണ്? ദുബായി പോയതാ? അതെനിക്ക് ഇഷ്ടമുണ്ടായിരുന്നു. എനിക്കും ഇഷ്ടമുണ്ടായിരുന്നു. ദുബായില് പ്രതീക്ഷയോടെ പോയി, പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച പോലെ അറിഞ്ഞില്ല. ഒരച്ഛനായതിൽ അച്ഛന് അഭിമാനം തോന്നുന്ന ഒരു കാര്യം എന്താണ്? രണ്ട് മക്കൾ, ആൺമക്കൾ വേണം തീരുമാനിച്ചെങ്കിലും പെൺമക്കളാണെങ്കിലും വിജയത്തിലെത്തി. മക്കളെ പവറോടുകൂടി 100% വിജയത്തോടുകൂടി. ജീവിതത്തിൽ ഞാൻ എപ്പോഴും കാത്തു സൂക്ഷിക്കണമെന്ന് അച്ഛൻ ആഗ്രഹിക്കുന്ന ഒരു മൂല്യം എന്താണ്? സത്യം പറയാനുള്ളത്. ഇനി നടക്കണമെന്ന് ആഗ്രഹമുള്ളത് എന്താ? എവിടെയെങ്കിലും പോകണം എന്നൊക്കെ ഉണ്ടോ? പണ്ടേ അച്ഛൻ ആഗ്രഹമുള്ള സ്ഥലമുണ്ടോ? എവിടെയാ? ചേട്ടാ, എനിക്കും നമുക്ക് ഒരുമിച്ച് പോവാം വാരണാസി. അച്ഛന്റെ മരുമക്കളെ പറ്റിയിട്ടുള്ള അഭിപ്രായം എന്താ? നല്ല അഭിപ്രായം. ഒറ്റ വാക്കിൽ ഉത്തരം.